വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് ജഡ്ജ്മെന്റ് ഡേ എന്ന ഫാക്ഷനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ്. ഇന്നത്തെ റോ എപ്പിസോഡ് ജഡ്ജ്മെന്റ് ഡേയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ജഡ്ജ്മെന്റ് ഡേയുടെ ആദ്യ സെഗ്മെന്റ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ആയിരുന്നു. അതിൽ നമുക്ക് ഡെമിൻ പ്രീസ്റ്റ് എന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഡൊമിനിക്കിനോട് റിയ റിപ്ലിക്ക് നിലവിൽ ഡൊമിനിക്കും ലിവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതിനെ സംബന്ധിച്ചുള്ള പ്രീസ്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഡൊമിനിക്ക് പറയുന്നുണ്ട് മോർഗനെ ഒഴിവാക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്താമെന്നുള്ളത്. പിന്നീട് ഇരുവരും ജഡ്ജ്മെന്റ് ഡേയുടെ ക്ലബ് ഹൗസിലേക്ക് കയറിയപ്പോൾ അവിടെ ലിവ് മോർഗൻ ഉണ്ടായിരുന്നു. അവിടെ കാർലിറ്റയും ഫിൻ ബാലറും ഗെയിം കളിക്കുകയായിരുന്നു. പെട്ടെന്ന് ഡെമിൻ പ്രീസ്റ്റിനെ കണ്ടപ്പോൾ ഡൊമിനിക്കിനെ ഒന്ന് ചിരിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ രംഗം കാലിയാക്കുന്ന ലിവ് മോർഗൻ്റെ ഒരു രംഗമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. പിന്നീട് ഫിൻ ബാലറും പ്രീസ്റ്റും തമ്മിലുള്ള കുറച്ച് സംഭാഷണമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഫിൻ ബാലർ പറയുന്നുണ്ട് കഴിഞ്ഞ റോയുടെ മെയിൻ ഇവന്റിൽ വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ കാരണം ലിവ് മോർഗൻ്റെ ഇടപെടലായിരുന്നു. ലിവ് മോർഗൻ ആയിരുന്നു ആ ഒരു മാച്ച് വരെ മേടിച്ച് തന്നത്. അങ്ങനെ ലിവ് മോർഗനോട് കടപ്പാടുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് ഫിൻ ബാലർ സംസാരിക്കുന്നത്. ഡെമിൻ പ്രീസ്റ്റ് പറയുന്നത് റിയ തിരികെ വന്നാൽ റിയ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് എടുക്കും. അപ്പോൾ ലിവ് മോർഗനെ നമുക്ക് ഇനി അങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കില്ല, ലിവിനെ ഒഴിവാക്കണം എന്നുള്ളത്. അതിനോട് പൂർണ്ണമായി ബാലർ സമ്മതിക്കുന്നില്ല. പിന്നീട് ബാലർ പറയുന്നത് ഇപ്പോൾ പ്രശ്നമുള്ളത് നിനക്ക് മാത്രമാണ്, കൂടാതെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയതിനു ശേഷം മാറിയിട്ടുള്ളത് നീ മാത്രമാണ്. ഞങ്ങളെ നിന്റെ വെറും പിറകിൽ നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് നീ കാണുന്നത്, നീയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രീസ്റ്റിന് നേരെ കനത്ത വാക്കുകളാണ് ഫിൻ ബാലർ ആ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. അവിടെ നിന്ന് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നതായിട്ടാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ഒരു മത്സരം വുമൻസിൻ്റെ വേൾഡ് ടൈറ്റിൽ മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ലിവ് മോർഗൻ സെലീന വെഗയ്ക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. അതിൽ സെലീന വെഗയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലിവ് മോർഗൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡൊമിനിക്ക് മത്സരം തുടങ്ങിയതിന് ശേഷം റിംഗ് സൈഡിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ചെറിയ ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നു. റെയിൻബോ സ്റ്റുഡിയോയുടെ ഒരു അപ്പിയറൻസും റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. പിന്നീട് നടന്ന ഡൊമിനിക് മെയ്സ്റ്റീരിയോ വേഴ്സസ് റെയിൻബോ സ്റ്റുഡിയോ തമ്മിലുള്ള മത്സരത്തിൽ ഡൊമിനിക്കിനെ സഹായിക്കാൻ വേണ്ടി ലിവ് മോർഗൻ വരുന്നുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ച പോലെ ലിവിന് ഡൊമിനിക്കിനെ സഹായിക്കാൻ സാധിക്കുന്നില്ല. ലിവിൻ്റെ ഇടപെടൽ മൂലം ഡൊമിനിക്ക് പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലുപരി ഈ മത്സരത്തിൻ്റെ ഇടയിൽ നടന്ന ഒരു സെഗ്മെൻറ്റിൽ ഡൊമിനിക്ക് ലിവിൻ്റെ ദേഹത്തേക്ക് വീഴുന്നതും ലിവ് ഡൊമിനിക്കിനെ പോകാൻ അനുവദിക്കാതെ ഇങ്ങനെ പിടിച്ച് കിടത്തുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. വളരെ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഭാഗങ്ങളാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ റോയിൽ കാണിക്കാനുള്ള കാരണം ഈ സെഗ്മെൻറ്റുകൾക്ക് നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് ഉയരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവരുടെ സെഗ്മെൻറ്റിന് 2 മില്യണിൽ അധികം ഈ ഒരു സെഗ്മെൻറ്റിന് മാത്രം ലഭിച്ചു എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇത് കാണാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റുകൾ അവർ പിന്നെയും റോയിൽ കൊണ്ടുവരുന്നത്. മുൻപ് വിൻസ് മിക്മാൻ ഇത്തരത്തിലുള്ള സെഗ്മെൻറ്റുകൾ ആറ്റിറ്റ്യൂഡ് എറ കാലഘട്ടത്തിൽ ഉപയോഗിച്ച പോലെ അത്രയും വൾഗറായിട്ട് അവർ കാണിക്കുന്നില്ലെങ്കിലും ഇപ്പോഴും കാണികൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു അവസരമൊന്നും ഡൊമിനിക്കിനെ മത്സരത്തിൽ വിജയിക്കുന്നതിന് കാരണമായില്ല. റെയിൻബോ സ്റ്റുഡിയോ പിന്നെയും ഡൊമിനിക്കിനെതിരെയുള്ള ഒരു സിംഗിൾസ് മത്സരത്തിൽ വിജയം നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ഒരു ജഡ്ജ്മെൻറ്റ് ഡേയുടെ മറ്റൊരു നിർണായകമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് അതൊരു ഇൻ റിംഗ് സെഗ്മെൻ്റ് ആയിരുന്നു. അതിൽ ഡെമിൻ പ്രീസ്റ്റ് എന്ന് പറയുന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ഫിൻ ബാലർ നമ്പർ 1 കണ്ടൻഡറായ സെത്ത് റോളിൻസ് ഇവരുടെ ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ആദ്യം സെത്ത് വന്നിട്ട് ഈ വരുന്ന മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവന്റിൽ സെത്ത് പുതിയ വേൾഡ് ചാമ്പ്യൻ ആകും എന്ന് പറയുന്നു. അവിടേക്ക് ഫിൻ ബാലർ കയറി വരുന്നു. ഫിൻ ബാലർ പറയുന്നുണ്ട് സെത്ത് നീ ഇപ്പോഴും ബെസ്റ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്, നീ ഒന്നും ബെസ്റ്റ് അല്ല, നീ വിജയിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ സെത്ത് പറയുന്നുണ്ട് ഡെമിൻ പ്രീസ്റ്റ് ചാമ്പ്യൻ ആയതിൽ നിനക്ക് അസൂയയുണ്ട്, നിനക്ക് ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പ്രീസ്റ്റ് ചാമ്പ്യൻ ആയതിൽ നിനക്ക് വലിയ ഒരു അസൂയയുണ്ട്, അതുകൊണ്ട് തന്നെ പ്രീസ്റ്റിനെതിരെ നീ ഫൈറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് പ്രീസ്റ്റും അങ്ങോട്ടേക്ക് കയറി വരുന്നു. അപ്പോൾ ഫിൻ ബാലർ സെത്തിനെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ സെത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ട്രാപ്പ് ചെയ്യുന്നതാണോ എന്നുള്ളത്. പ്രീസ്റ്റ് പറയുന്നു അതൊന്നും ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് പ്രീസ്റ്റ് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ബാലറും സെത്തും ചെറിയൊരു ഫൈറ്റിലേക്ക് കടക്കുന്നു. അവിടെ ബാലർ സെത്തിനെ ആക്രമിക്കാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത്
പ്രീസ്റ്റ് ബാലറിനെ തടയുന്നുണ്ട്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് സെത്ത് സൂപ്പർ കിക്ക് ചെയ്യുന്നു. പിന്നീട് കെർബ് സ്റ്റോംപ് ചെയ്തുകൊണ്ട് ബാലറിനെ ആക്രമിക്കുന്നു. പിന്നീട് തിരിഞ്ഞു വന്ന സെത്തിനെ സൗത്ത് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഒരു വലിയ ചോക്ക് സ്ലാബ് കൊടുത്തുകൊണ്ട് പ്രീസ്റ്റും ആക്രമിക്കുന്നു. പിന്നീട് പ്രീസ്റ്റ് ബാലറിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതും ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫിൻ ബാലറിൻ്റെ അടുത്ത് നിന്ന് പ്രീസ്റ്റ് മാറിപ്പോകുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ പ്രീസ്റ്റും ബാലറും അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഡേയിലെ പ്രീസ്റ്റ് ഒഴികെയുള്ള മെമ്പേഴ്സും അങ്ങനെയുള്ള വലിയൊരു ഫൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പ്രീസ്റ്റ് ഇവരുടെ ആരുടെയും സഹായം വേണ്ട എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫിൻ ബാലറൊക്കെ ഈ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഈ മത്സരത്തിൽ ഇടപെടും. അതിലൂടെ ചിലപ്പോൾ പ്രീസ്റ്റ് തോൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. എന്തായാലും ഈ മത്സരം കഴിയുമ്പോൾ പ്രീസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഡേക്ക് വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ എല്ലാവരും ചേർന്ന് പ്രീസ്റ്റിനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നതും വൈകാതെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമുക്കിന്ന് റോയിൽ കാണാൻ സാധിച്ചത്. മറ്റൊരു അപ്ഡേറ്റ് അടുത്ത റോയിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. മെയിൻ ഇവൻറ്റ് ജെ ഊസോ വേഴ്സസ് ജാഡ് ഗേബിൾ തമ്മിലുള്ള സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 വുമൺ ടാഗ് ടീം മത്സരത്തിൽ ഡാമേജ് കൺട്രോൾ എന്ന ടീമിനെ നേരിടുന്നത് ലൈറ വാൽക്കീരിയ, കേഡൻ കാർട്ടർ തുടങ്ങിയവരുടെ ടീമാണ്. അങ്ങനെ ഒരു 2 മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. മറ്റൊരു അപ്ഡേറ്റ് WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ മണി ഇൻ ദ ബാങ്കിലെ ലേഡർ മത്സരങ്ങളിലേക്ക് നടന്ന ക്വാളിഫയർ മത്സരത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ വുമൻസിൻ്റെ അവസാന ക്വാളിഫയർ മത്സരത്തിൽ ഐവി നൈല്, ഡക്കോട്ട കൈ തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജോയ് സ്റ്റാർക്ക് ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 6 പേരും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ റോയുടെ മെയിൻ ഇവൻറ്റിൽ ഷെയ്മസ്, ഇല്യ ഡ്രാഗനോ തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ താരമായ ഡ്രൂ മാക്കൻഡയറും ക്വാളിഫൈ നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ മെൻസ് ലേഡർ മത്സരത്തിലെ 6 പേരെയും കൺഫേം ചെയ്തിട്ടുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ളത് ഡ്രൂ മാക്കൻഡയർ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ലേഡർ മത്സരത്തിൽ വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഡ്രൂ ഇന്നത്തെ റോയിൽ ഈ മണി ഇൻ ദ ബാങ്കിലെ ക്വാളിഫൈയിങ് മത്സരത്തിൽ വിജയിച്ചു എന്നുള്ളത് മാത്രം കാണിച്ചിട്ടാണ് അവർ അവസാനിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡ്രൂവിൻ്റെ വിജയ സാധ്യത നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും അതിനുശേഷം നടത്തിയ പ്രൊമോ സെഗ്മെൻറ്റിൽ ഡ്രൂ പറയുന്നുണ്ട് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് താൻ അവസാനിപ്പിക്കുമ്പോൾ വേൾഡ് ചാമ്പ്യൻ ആയിരിക്കും എന്നുള്ളത്. അഥവാ ഡ്രൂ മാക്കൻഡയർ ആ ലേറ്റർ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാഷ് നടത്തുമെന്നുള്ളതാണ് ഡ്രൂ പറയുന്നത്. അപ്പോൾ കൂടാതെ CM അങ്ങനെയുള്ള ഒരു വെല്ലുവിളിയും ഡ്രൂ അവിടെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഡ്രൂ ഈ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് വിജയിച്ചു എന്ന് കരുതുക. എന്നാലും സക്സസ്ഫുള്ളായി ഡ്രൂവിന് ക്യാഷിൻ ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ CM ബാങ്കിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് ക്യാഷിൻ സമയത്ത് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഡ്രൂ വിജയിക്കാൻ പോകുന്ന ഒരു സമയത്ത് CM ബാങ്കിൻ്റെ ഒരു ഇടപെടൽ അദ്ദേഹത്തിന് ആ ബ്രീഫ് കേസ് വിജയിക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം. എന്തായാലും മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഡ്രൂ മാക്കൻഡയറിനെ സംബന്ധിച്ച് സന്തോഷമുള്ള ഒരു ഇവൻ്റ് ആയിരിക്കില്ല. കാരണം ഡ്രൂ മാക്കൻഡയർ വേഴ്സസ് CM ബാങ്ക് തമ്മിലുള്ള മത്സരം സമ്മർ സ്ലാമിൽ നടക്കുകയാണെങ്കിൽ അതൊരു ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത മത്സരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഡ്രൂ മാക്കൻഡയർ MITB ബ്രീഫ് കേസ് വിജയിച്ചുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ക്യാഷിൻ നടത്തില്ല എന്നുള്ളത് 100% ഷുവറാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.